എന്നൊക്കെ പറയുന്നത് മനസ്സിലായോ? ലഖദ് ജാഅക്കും എന്നതിൻ്റെ ഫളായിൽ ഒരു മാസം പറയാനും അള്ളാഹിൻ്റെ സഹായത്താൽ ഞാൻ സന്നദ്ധനാണ്. പക്ഷേ അതിന് കുറച്ച് നേരത്തെ ഒരുങ്ങണം. എനിക്ക് അമൽ ചെയ്ത് ചില അമലുകൾ തീർക്കേണ്ടതുണ്ട്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? അത് മുത്തുനബിയെ പറ്റിയുള്ള, അത് ഇസ്ലാമിൽപ്പെട്ട ആയത്തേ അല്ല, ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആയത്താണത്. നിങ്ങളിവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? അത് ഇസ്ലാമിൽപ്പെട്ട ആയത്തല്ല, ഇസ്ലാമിൻ്റെ പുറത്തുള്ള ആയത്താണ്. അങ്ങനെ ഒരു ആയത്തുണ്ടോ മുസ്ലിയാരെ? ഉണ്ടടാ. ഇസ്ലാം പൂർത്തിയായത് ദുൽഹജ്ജ് 9-നാണ്. ഇത് പിന്നെയും ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഇസ്ലാം പൂർത്തിയായിട്ട് പുറത്തിറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ഇത് ഇസ്ലാമിൻ്റെ ഉള്ളിൽ പെടൂല, ഇസ്ലാമിൻ്റെ പുറത്താവുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? നിങ്ങൾ തടി കൊണ്ടുണ്ടായിട്ട് കാര്യമില്ല, നിങ്ങൾ തല കൊണ്ടുണ്ടാകണം. മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല ഇല്ല ഇല്ല, മനസ്സിലായിട്ടില്ല. ഇസ്ലാം പൂർത്തിയാതെന്നാ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ദുൽഹജ്ജ് 9-ന് ബഹുമാനപ്പെട്ട ജബലുർ റഹ്മയിൽ മുത്ത് മുഹമ്മദ് മുസ്തഫ അവിടേക്ക് വന്നു. സയ്യിദുനാ ജിബ്രീൽ ആയത്തും കൊണ്ട് വന്നു. സയ്യിദുനാ ജിബ്രീൽ എനിക്കുണ്ട് ആയത്തും കൊണ്ട് വന്നു. സയ്യിദുനാ ജിബ്രീൽ ഇസ്ലാം പൂർത്തിയായി അല്ലേ? പറയേ, നിങ്ങളൊന്ന് പറയേ. പൂർത്തിയായില്ലേ? പൂർത്തിയായില്ലേ? പൂർത്തിയായി എന്ന് അള്ളാഹ് പറഞ്ഞിട്ട് പിന്നെ പൂർത്തിയായിട്ടില്ല നിങ്ങൾ പറഞ്ഞിട്ട് അല്ല കാര്യമുണ്ടോ? അല്ല, അതിന് റേഞ്ച് യോഗം കൂടണോ പൂർത്തിയായോ എന്ന് അറിയാൻ? പറയും മനുഷ്യന്മാര്. പൂർത്തിയായില്ലേ? പൂർത്തിയായി. അല്യോമ അക്മൽ പൂർത്തിയായി കഴിഞ്ഞു. ഇസ്ലാം പൂർത്തിയായി. പിന്നെയാണ് കുട്ടിയായി ആയത്തിറങ്ങിയത്, മുഹറത്തിൽ ഇറങ്ങിയ ആയത്ത. ഏത്? ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഈ ആയത്ത് ഞാൻ കരുതി കൂട്ടി വ്യാഖ്യാനിക്കണമെങ്കിൽ മുത്ത് റസൂലുള്ളാഹിയുടെ സമ്മതം കിട്ടാതെ ചെയ്യുകയില്ല. അതിന് ഒരുപാട് പണിയെടുക്കേണ്ടി വരും. എല്ലാം കൂടെ കുട്ടികളുടെ ചെറുപ്പക്കാരെ എല്ലാം കൂടെ ഒരുപോലെയാണ് എന്ന് വിചാരിക്കണ്ട. എല്ലാം ഒരുപോലെയാണ് എന്ന് വിചാരിക്കണ്ട. തെങ്ങിനും കവിങ്ങിനും ഒരു തളപ്പാണ് എന്ന് വിചാരിക്കണ്ട. ഞാൻ ഏതായാലും അങ്ങനെ വിചാരിക്കുകയില്ല. നിങ്ങളെ മുന്നിൽ ഞാൻ ഇരിക്കാനുള്ള കാരണം ഈ മുഹമ്മദിയത്തിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ജമാലിയത്ത് എനിക്ക് പറയാൻ എൻ്റെ റബ്ബ് തൗഫീഖ് തന്നതാണ്. ഈ 100 എന്നിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഹബീബിന്റെ ഒരു ആയത്ത് ഓടണമെങ്കിൽ ആ ആയത്ത് സിറുൽ ഖുർആൻ, ഖുർആന്റെ രഹസ്യമാണ്. ഏതായത്ത്? ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. അതിൻ്റെ ചില ഫലങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. വാതിൽ തുറക്കൂല. വാതിൽ തുറക്കണമെങ്കിൽ അത് മാത്രം പണിയെടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ്. അത് ഞാൻ തുറക്കണമെങ്കിൽ അതിന് മുമ്പ് അതിന് കുറച്ച് പണിയെടുക്കണം. എന്ത് പണിയെന്ന് പിന്നെ പറയാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് ആ ആയത്തുമായി കുറച്ച് പണിയെടുത്ത് അള്ളാഹിൻ്റെ ഒരു തൗഫീഖിന് വേണ്ടി ആ എടുക്കേണ്ട പണിയെടുത്ത് ഉസ്താദുമാരിൽ നിന്ന് പ്രത്യേക സമ്മതം വാങ്ങി അതിന് ശേഷം ആ ആയത്ത് വിശദീകരിക്കുള്ളൂ. അത് ഖുർആന്റെ രഹസ്യമാണ്. ഏത്? ലഖദ് ജാഅക്കും. ഞങ്ങൾക്ക് ചില ഫലങ്ങൾ പറഞ്ഞുതരാം. എന്താ ഫലങ്ങൾ? ഒന്ന്, നിങ്ങൾ ഓതിക്കോളി എപ്പോഴും. അത് യസൂലുൽ ഹിജാബു ബൈനഹു വബൈന റബ്ബിഹി. അതോടുന്നവന്റെയും റബ്ബിന്റെയും ഇടയിൽ മറ നീങ്ങി കിട്ടും. ഫലാ യഹൂലു ബൈനഹു വബൈന റബ്ബിഹി ശൈത്താൻ. റബ്ബിന് പിന്നെ ഇത് എപ്പോഴും ഓടുന്ന മനുഷ്യന്റെ മുന്നിലും അള്ളാന്റെയും ഇടയിൽ മറയിടാൻ പിശാചിന് കഴിയുകയില്ല.
തൗഫീഖ് തരട്ടെ. എപ്പോഴും ഒരു യാ സുബ്ഹാനല്ലാഹ്, ഭയങ്കരമായിട്ട് തന്നെ എപ്പോഴും ഞാൻ ഈ വാഴ തുടങ്ങിയപ്പോൾ ഓതിയില്ലേ? പറ, ഓതിയില്ലേ? ഏത് വാഴ തുടങ്ങാൻ ഓതും, എപ്പോഴും ഓതും. പോകുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഒരിക്കളി ഓതുകൊള്ളൂ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. നിർത്തണ്ട, അങ്ങനെ ഓട് തന്നെ. ഇതിന്റെ ഫളായിലില്ലാത്ത അസ്വാദ് എണ്ണി തീർക്കാൻ കഴിയുകയില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത ഫളായിലുള്ള ആയത്താണ് ലഖദ് ജാഅകും. അതിൽ ഇസ്മുൽ അഅലമുണ്ട് എന്നതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ ഉമ്മത്ത് കണ്ട മുഹദ്ദിസും ഈ ഉമ്മത്ത് കണ്ട ഫഖീഹുമായ ഹിജ്റ 871 ജനിക്കുകയും ഹിജ്റ 928 വഫാത്താവുകയും ചെയ്ത ആശിഖുർ റസൂൽ മഖ്ദൂമുൽ മഅബരി റളിയല്ലാഹു അൻഹു പരിശുദ്ധ മൻഖൂസ് മൗലൂദിന്റെ ആദ്യത്തെ ഹദീസ് തന്നെ ഖാല അല്ലാഹു തആല ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മൻഖൂസ് മൗലൂദ് പാനൂരിൽ ദർസ് നടത്തിയിരുന്നു അത്രേ മഹാനായ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അഥവാ കണ്ണിയത്തിന്റെ ഉസ്താദ്. അവർ ആ ദർസിനിടയിൽ പറഞ്ഞു അത്രേ, ഈ ആയത്തിൽ ഇസ്മുൽ അഅലമുണ്ടത് കൊണ്ടാണ് മഖ്ദൂം ഇത് ഒന്നാമത്തെ ഹദീസിൽ തന്നെ രേഖപ്പെടുത്തിയത്. എന്തുകൊണ്ട്? എത്ര തിരക്കിട്ട് ഒരു ഹദീസ് ഓടിപ്പോകുന്നവനും അള്ളാഹുവിന്റെ റിളവാൻ കിട്ടാതിരിക്കണ്ട എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ആ ആയത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഇസ്മുൽ അഅലമുണ്ട്. ഖുതുബി തങ്ങൾ പറഞ്ഞു ഇത് ഖുതുബി തങ്ങൾ പറഞ്ഞു. ഖുതുബിയുടെ പേരക്കുട്ടി തന്നെയാണ് DS ഇബ്രാഹിം മുസ്ലിയാർ എന്നോട് പറഞ്ഞത്. ഇത് DS എന്നോട് പറഞ്ഞത്, സനദ് മുത്തസില. ഇത് DS എന്നോട് പറഞ്ഞത്. DS നിങ്ങൾ അറിയില്ലേ? നിങ്ങൾ ജില്ലക്കാരനല്ലേ? പിന്നെന്താ? ഇത് DS ആണ്. DS എന്നോട് പറഞ്ഞത് ഇതിൽ ഇസ്മുൽ അഅലമുണ്ട് എന്ന് ഖുതുബി ഓർ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? ആരാ ഖുതുബി? കണ്ണിയത്തിന്റെ ഉസ്താദ്. ആരാ കണ്ണിയത്ത്? ശംസുൽ ഉസ്താദ്. ആരവരൊക്കെ 20-ാം നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ലോകം കണ്ട മഹാന്മാര്. അല്ലാഹു തആല അവരെ വഴിയിൽ നമ്മളാക്കി തരട്ടെ. എന്താ ഞാൻ അതിനപ്പുറം എന്താ പറയുള്ളത്? മനസ്സിലായില്ലേ പറഞ്ഞത്? മൻഖൂസ് മൗലൂദിന്റെ ഒന്നാമത്തെ ഹദീസിൽ തന്നെ ഉണ്ട്. ഏതായത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. തൗഫീഖ് തരട്ടെ. ഒരു ഉസ്താദ് ഇന്നലെ എന്നോട് പറഞ്ഞു, ഒരു ഹിഫ്ള് കോളേജ് നടത്തുന്ന ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, കുട്ടികൾ വളരെ ഉഷാറായി പഠിക്കുന്നു, സ്ഥാപനം ഭംഗിയായി പോകുന്നു, എവിടുന്നാണ് ഇതൊക്കെ നടക്കുന്നതെന്നറിയില്ല, എനിക്കെപ്പോഴും ഈ ആയത്തോടണം. അതുകൊണ്ട് മനസ്സിലായില്ല. ഈ ആയത്തോടും ആ ഉസ്താദ് ഒരു ഹിഫ്ള് കോളേജിൻ്റെ എല്ലാമായ ഉസ്താദ് വായിൽ എപ്പോഴും ഇങ്ങനെ വരും. എന്ത്? ലഖദ് ജാഅകും. കുട്ടികൾക്ക് വലിയ ബുദ്ധി, വലിയ കഴിവുള്ള കുട്ടികൾ ഭയങ്കര ഉഷാറായി. എന്ത്? ഉസ്താദിന് നേരം വെളുത്താൽ മൊബൈലിൽ മറ്റേ യൂട്യൂബ് നോക്കുന്ന പണിയല്ല. ഇരുന്നാലും നടന്നാലും എന്തോടും? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൂ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഈ ആയത്ത് ഓതിപ്പോകുന്ന ആളുകൾക്ക് ഒരു അദദുണ്ട്. ആ അദദ് പൂർത്തിയാൽ വെടിയേൽക്കൂലാന്ന് പോലും അതിൻ്റെ ഫളായിലുണ്ട്. വെടിവെച്ച കൊള്ളൂല. ഒരു അദദ് പൂർത്തിയാക്കിയാൽ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? വെട്ടിയാൽ വെട്ടുള്ളൂല. ഒക്കെ അതിൻ്റെ ഫളായിലുണ്ട്. കുറച്ചൊന്നല്ല അതിൻ്റെ ഫളായിൽ. ശത്രു വെട്ടിയാൽ വെട്ട് തടിമൽ കേൾക്കൂല. അതിൻ്റെ അദദ് പൂർത്തിയാക്കാണ്ട്.
എന്തൊരു അത്ഭുതമാണത്. നിങ്ങളൊന്നും വിചാരിക്കേണ്ട ജനങ്ങളെ, എല്ലാം കൂടെ തമാശയാക്കണ്ട. തൊട്ട് കളിക്കാൻ പേടിയാണ്, ചില കാര്യത്തിന്മേൽ തൊടുമ്പ പേടിയാണ്. ഇത് ഖുർആന്റെ രഹസ്യമാണിത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ആള് മൂർത്താബിൽ പൊരേന്ന് പുറത്തിറങ്ങുന്ന നേരത്തെ ഒരാള് ഇതാ തൻ്റെ കൈ ഇങ്ങനെ വലത്തെ കൈ മൂർത്താവിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു വട്ടമെങ്കിലും ഓതിയാൽ ആ യാത്രയിൽ അവൻ മരിക്കുകയില്ല. മനസ്സിലായില്ലേ? പൊരേന്നിറങ്ങുന്ന നേരത്തെ യാത്ര പോവാ. പൊരേന്നിറങ്ങുമ്പോ വലത്തെ കൈയിൽ വലത്തെ കൈ കൊണ്ട് എന്ത് ചെയ്യാ? പറേ മൂർത്താവിൽ ഇങ്ങനെ ഒന്നിങ്ങനെ വെക്കുക. എന്നിട്ട് ഒറ്റ ഊതുക. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. ഒരു കപ്പൽ പുറപ്പെടുന്ന നേരത്തെ യാത്രയാക്കുന്നവരോ കപ്പിത്താനോ ഒരു വട്ടം ഈ ആയത്തോടിയാൽ ഫലാ തുഗ്റഖൂ, കടലില്ല, കപ്പൽ മുക്കപ്പെടുകയില്ല. കപ്പൽ കടലുങ്ങൂല. ബിബറക്കത്തി ഹാത്തൈനിലായത്തേനി ഒറ്റോട്ടോരിയാ മതി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് അറ്റമില്ലാത്ത ഫളലാണ്, അറ്റമില്ല. ഒരാൾ ഒരു കാര്യത്തെ ഒരു ഹൈറ് തേടിപ്പോയ ഒരാൾ ഒരു തൊഴിലിന് പോയി, ഒരു കച്ചവടത്തിന് പോകുന്നു, ഒരു ഹൈറ് തേടിപ്പോകുന്ന ഒരാൾ ഒരാൾ യാത്രക്കിടയിൽ ഒരു ഹൈറ് തേടിപ്പോകുന്ന ആൾ യാത്രക്കിടയിൽ 50 തവണ ഈ ആയത്തോടിയാൽ ഖൈറും കൊണ്ടല്ലാതെ തിരിച്ചു വരികയില്ല. ഒരു കച്ചവടത്തിന് പോവാണ്, ഒരു പണിക്ക് പോവാണ്, ദുബായി പോവാണ്, മനസ്സിലാവുന്നില്ല പറഞ്ഞത്? എന്തെങ്കിലും ഹൈറ് തേടി പോകുന്നവരാണ്. കച്ചവടത്തിന് പോകുന്നു, ഒരു ഏർപ്പാടിന് പോകുന്നു. പോകുന്ന ഒരാൾ അവന്റെ 50 വട്ടമെങ്കിലും യാത്രയിൽ ആയത്തോടിയാൽ ഖൈറും കൊണ്ടല്ലാതെ തിരിച്ചു മടങ്ങുകയില്ല. തരട്ടെ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വട്ടമെങ്കിലും ഓടൽ പതിവാക്കിയാൽ സ്വർഗത്തിന്റെ ഇരിപ്പിടം കാണാതെ അയാൾ മരിക്കുകയില്ല. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്ന് ഒറ്റോട്ടോടുക. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക്? അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. വല്ല പണിയുണ്ടോ അപ്പൊ ഇതിനൊക്കെ? എന്ന് ഓതുക, ഒരു വട്ടെങ്കിലും ഓതുക. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞാൽ ഒരു വട്ടം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് ഒരു വട്ടമെങ്കിലും ഓതിയാൽ ഫലാ യമൂതു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തിന്റെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ ബോധ്യപ്പെട്ടിട്ടല്ലാതെ അയാൾ മരിക്കുകയില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൻ ഹവാ ഇലാ ഫിറാശി ഫതലാ ഹതൈനി ലായതൈനി 11 മറ. ഒരാൾ രാത്രി ഉറങ്ങുന്ന നേരത്തെ വിരിപ്പിൽ ഇരുന്നിട്ട് 11 വട്ടം ഈ ആയത്തോടിയാൽ ഫലാ തുസീബന്നഹു മുസീബത്തുൻ ഹത്തഴിയുകയില്ല. മിൻ ഫർളാഇലി ഹതൈനി ലായതൈനി. മനസ്സിലായില്ല നിങ്ങൾക്ക്? മനസ്സിലായോ? എന്ത് ചെയ്യാ? പറ. വിരിപ്പിൽ ഇരിക്കുക. ഇരുന്നിട്ട് എന്ത് ചെയ്യാ?
11 മറ, എത്ര വട്ടം? 11 വട്ടം ഓടിയാൽ ഫലാ തുസീബന്നഹു മുസീബത്തുൻ ഹത്താ യുസ്ബിഹ, പ്രഭാതം വരെ ഒരു മുസീബത്ത് അവനെ ബാധിക്കുകയില്ല. ഒരു ജീവിയോ ഒരു ശത്രുവോ അവനെ ആക്രമിക്കുകയില്ല. അള്ളാഹ് അതിനെ സമ്മതിക്കൂല. അവൻ അള്ളാഹിന്റെ പ്രൊട്ടക്ഷനിലായിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ എത്രയാണ് ഫളായില്, എത്രയാ ഫളായില്, ചിന്തിക്കുക. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി മഗ്‌രിബിന് ശേഷം, വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിന് ശേഷം മൂന്ന് വട്ടമെങ്കിലും ഈ ആയത്തോടിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ സിഹറോ കണ്ണേറോ ബാധിക്കുകയില്ല. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെ മഗ്‌രിബിന് ശേഷം എത്ര വട്ടം? 3 വട്ടം ഓതിയാൽ അവനെ സിഹർ ബാധിക്കുകയില്ല. അവന് കണ്ണേർ ബാധിക്കുകയില്ല. കണ്ണേർ വരും. കണ്ണേർ സത്യമല്ലേ? അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേർ സത്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. യഅതി ബിഹ ശൈത്വാനു വഹസദു ബിനി ആദമ, കണ്ണേർ വളരെ സത്യമാണ്. ശൈത്താൻ കണ്ണേറിനെ കൊണ്ടുവരും. മനുഷ്യന്റെ അസൂയ കൊണ്ടും കണ്ണേർ ബാധിക്കും എന്ന് പുണ്യ റസൂൽ. ഈ ഹദീസ് ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലോ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാവിലെ 3 വട്ടം ഈ ആയത്തോതിയാൽ കണ്ണേർ അവനെ ബാധിക്കുകയില്ല. വെള്ളിയാഴ്ച ജുമഅക്ക് ശേഷം 99 വട്ടം ഈ ആയത്തൊരാൾ ഓതിയാൽ ഒരിക്കലും അവന് ഒരാഴ്ച ദാരിദ്ര്യം ബാധിക്കുകയില്ല. അവന്റെ കച്ചവടത്തിൽ നഷ്ടം വരികയില്ല. അടുത്ത വെള്ളിയാഴ്ചക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് മനസ്സിലായില്ല, ഖബ്ലൽ അസ്രി, അസ്റിന് മുമ്പ് തലഹാതൈനിൽ ആയതൈനി ആയത്തോട് എത്ര വട്ടം? 99 റസഖഹുല്ലാഹു മിനൽ ഹലാലി, അവന്റെ റിസ്ഖ് അല്ലാഹു തആല എന്തെന്ന് കൊടുക്കും? ഹലാലിൽ നിന്ന് കൊടുക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങനെ ഇതൊക്കെ സാമ്പിളാണ്, തരുന്നല്ല, സാമ്പിളാണ്. ഇതൊരു മാസം പറഞ്ഞാൽ തീരാത്തായിട്ടാണ്. ഭയങ്കര. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട് ഫീഹാ മദ്ഹു റസൂലില്ലാഹ്, ഇതിൽ മുത്തുനബിന്റെ മദ്ഹാണ്. ഇത് മുത്തുനബിയുടെ മദ്ഹാണ്. ഇത് മുത്തുനബിയുടെ മദ്ഹാണ്. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫയുടെ മദ്ഹാണ്. ആയത്തുൻ ഇസ്തമലത് അലാ മദ്ഹി റസൂലില്ലാഹ്, പുണ്യ റസൂലുള്ളാഹിന്റെ മദ്ഹിൽ പെട്ടതാണ്, മദ്ഹിൽ ഉൾപ്പെടുത്തപ്പെട്ട ആയത്താണ്. ഈ ആയത്തിന്റെ പദവി വളരെ വളരെ അത്ഭുതകരമാണ്. ഖുർആനിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്ത്, ഖുർആന്റെ കാത്തിബീങ്ങളായ സ്വഹാബത്ത് ഖുർആനെ പുസ്തകത്തിലായി ക്രോഡീകരിച്ചപ്പോൾ അവസാനം ചേർത്ത ആയത്തും ഇതു തന്നെയാണ്. അതിന്റെ വറഅ് പോലെ, അതിന്റെ നുസൂൽ പോലെ അവസാനം അബൂ ഹുസൈമത്തുൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ആയത്ത് കിട്ടുകയും ഇത് അവസാനം ചേർത്ത് വെക്കുകയും ചെയ്തു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇത്രയൊന്നുമല്ല, ഇതിനും ഫളായിലുണ്ട്. ആറ്റല്ലാത്തതുണ്ട്. ഒരു പുതുപെണ്ണിനെ ഇറക്കുന്ന നേരത്ത് ആ പുതുപെണ്ണിനെ ഇറക്കുന്ന ചമയിച്ചിറക്കുന്ന ബാപ്പയും ഉമ്മയുമോ ഈ പുതുപെണ്ണിനെ പുതുമണവാട്ടിയായി ഭർത്താവിന്റെ വീട്ടിലേക്ക് അയക്കുന്ന നേരത്ത് ഈ പുതുപെണ്ണിനെ അയക്കുന്ന ബാപ്പയും ഉമ്മയുമോ ഈ ആയത്തോടിയാല് അസൂയ ആ പെണ്ണിനെ ബാധിക്കുകയില്ല. പലപ്പോഴും പ്രശ്നം അസൂയയാണ്. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പല രോഗങ്ങളുണ്ടാവും. അസൂയ വലിയതാണ്, ബാധിക്കൂല. ഇത് മാത്രമൊന്നുമല്ല, മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. എന്തിനും ഏത് നേരെ ഓതിക്കൊള്ളു. ഈ ആയത്ത് എപ്പോഴും ഓതന്നെ, യാവും പകലും എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ
ഫകതുറ തുലാവതു, അവന്റെ ആയത്ത് എപ്പോഴും ഓടും. ഇദാ നസല വഖഅദ വജലസ വഖാമ വറകിബ വനസല. ഭക്ഷണം കാണുന്ന നേരത്തൊരാള് ഒരു വട്ടം ഈ ആയത്തോടിയാൽ ഭക്ഷണത്തിന് അവന് കുഴങ്ങുകയില്ല, അവൻ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുകയില്ല. മേശപ്പുറത്ത് ഭക്ഷണം നിരത്തി വച്ചിരിക്കുന്നു, ഭക്ഷണം കാണുന്നു, ഒരു വട്ടം ഓടുക. എന്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഗർഭകാലഘട്ടത്തിൽ ഒരു പെണ്ണി ആയത്ത് പതിവായി ധാരാളം ഓടിയാൽ പ്രസവിക്കൽ ആ പെണ്ണിന് എളുപ്പമാവുകയും കുട്ടി സ്വാലിഹായി തീരുകയും ചെയ്യും. ഗർഭകാലത്ത് പെണ്ണ് ഓടുക. എന്ത്? പാര ഓട്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. ഒരു മാല് ഒരാൾ ഖസാനയിൽ വെച്ചു, ഒരു മാല് ഒരാൾ പാത്തു വെച്ചു. ഒരാളുടെ കയ്യിൽ ഒരു പൈസ ഉണ്ടായിരുന്നു, ആ പൈസ ഒരാൾ ഒരു സ്ഥലത്ത് വെച്ചു. പണം സൂക്ഷിച്ചു വെക്കുന്ന നേരത്ത് ഈ ആയത്തൊരു ഒരാൾ ഒരു വട്ടം ഓടിയാൽ ആ പണം നഷ്ടപ്പെടുകയില്ല. പണം പാത്തു വെക്കുന്ന നേരത്തെ ഒരു ഒറ്റ ഓടുക. ഈ ആയത്ത് ഇങ്ങനെ അറ്റല്ലാത്ത ഫദ്ലാണ്. ഇതൊക്കെ ഞാൻ അതിന്റെ ചില സാമ്പിളുകൾ പറഞ്ഞതാണ്. എന്തുകൊണ്ട് ആയത്തുൻ ഇഷ്ടമലത്തെ അലാ മദ്ഹി റസൂലില്ലാഹ്, പുണ്യ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിച്ചിരിക്കും, ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. ഇത് അറ്റല്ലാത്തതാണ്. എന്താണ് ഇതിന് പഠിക്കാനുള്ളത്? ഇത് പഠിക്കാനുള്ളത് ഈ ദീനിന്റെ കേന്ദ്രം മുഹമ്മദ് മുസ്തഫയാണ്, പുണ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളാണ്. ഫാത്തിഹ സൂറത്ത് എന്നാൽ റസൂലുള്ളാഹിന്റെ മദ്ഹാണ്. ഞാൻ 2 മാസം മുമ്പ് പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് ഫാത്തിഹ സൂറത്ത് എന്നാൽ റസൂലുള്ളാഹിന്റെ മൗലൂദാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കളിയാക്കുകയാണ്, ഇയാൾക്ക് ഭ്രാന്താണ്. ഫാത്തിഹ സൂറത്ത് മങ്കൂസ് മൗലൂദ് പോലെയാണെന്നാണ് ഇയാൾ പറയുന്നത് എന്ന്. ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. വസൂലിക്ക് പെട്ടെന്നാണ് മരുന്ന് കൊടുക്കാൻ പാടില്ല, കുറച്ചും കൂടി പൊന്തി വരട്ടെ, എന്നിട്ടേ മരുന്ന് കൊടുക്കൂ. മരുന്ന് ഞാൻ കൊടുക്കൂ. നിങ്ങൾക്കറിയോ, ബിസ്മിയുടെ ഭാവം മുതൽ വലല്ലാലിന്റെ നൂര് വരെയും മുഹമ്മദ് നബിയുടെ മദ്ഹാണ് എന്ന് എൻ്റെ ഇവിടെയുണ്ട്. വല്ലാഹിൽ അലീം, ഇവിടെയുണ്ട്. വല്ലാഹിൽ അലീം, എൻ്റെ ഇവിടെ ഉണ്ട്. ബിസ്മിയുടെ മങ്കൂസ് മൗലൂദ് മുത്തുനബിയുടെ മദ്ഹാണെങ്കിൽ ഫാത്തിഹ സൂറത്ത് മുത്തുനബിയുടെ മദ്ഹാണ്.